സംവിധായകൻ രഞ്ജിത്തിനെതിരായ പീഡന പരാതി ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തുവരുന്ന പുതിയ വാർത്ത, രഞ്ജിത്ത് ജയിലിൽ തുടരും എന്നാണ്. ജാമ്യാപേക്ഷയിൽ വിധി ഉണ്ടാവുക 10-ാം തീയതി മാത്രമാണ്, മറ്റന്നാൾ മാത്രമായിരിക്കും. അതുകൊണ്ട് തന്നെ രഞ്ജിത്തിന് ജയിലിൽ തുടരേണ്ടി വരും എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി ചേരുന്നു കൊച്ചിയിൽ നിന്ന്. വിഷ്ണു, ഗുരുതരമായ പരാതിയാണ്. ഇപ്പോൾ ജയിലിൽ തന്നെ തുടരേണ്ട സാഹചര്യമാണോ രഞ്ജിത്തിനുള്ളത്? പ്രജിൻ, ഇന്ന് രഞ്ജിത്തിന്റെ ജാമ്യ ഹർജി, അതായത് രഞ്ജിത്തിനെ നാളെ വോട്ട് ചെയ്യണമെന്നും അതോടൊപ്പം തന്നെ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ച് ഒരു ഇടക്കാല ജാമ്യം വേണമെന്ന് രഞ്ജിത്തിന്റെ അഭിഭാഷകൻ കോടതി ചൂണ്ടിക്കാണിച്ചിരുന്നു. പക്ഷേ നിലവിൽ മറ്റ് ജാമ്യം, അതായത് സ്വാഭാവികമായ റെഗുലർ ബെയില് കോടതിക്ക് മുമ്പാകെ ഇരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ഇന്ററിം ബെയിൽ ഓർഡർ പരിഗണിക്കുന്ന ഒരു രീതി കോടതിക്കില്ല. ആ ഒരു പശ്ചാത്തലത്തിലാണ് നിലവിൽ ഈ റെഗുലർ ബെയിലിൽ തന്നെ വിധി പറയാം എന്ന തീരുമാനത്തിലേക്ക് കോടതി എത്തിയത്. രഞ്ജിത്തിന്റെ ഈ ഇടക്കാല ജാമ്യാപേക്ഷയെ ശക്തമായ ഭാഷയിൽ തന്നെ പ്രോസിക്യൂഷൻ എതിർത്തിരുന്നു. വോട്ട് ചെയ്യുക എന്ന് പറയുന്നത് ഇതൊരു പ്രതിയെ സംബന്ധിച്ച് അതൊരു മൗലിക അവകാശമല്ല എന്ന് നേരത്തെ തന്നെ പീപ്പിൾസ് റെപ്രസെന്റേറ്റീവ് ആക്ട് പ്രകാരം പലതവണ കോടതികൾ ആവർത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിലവിൽ ആ പ്രയറിന്റെ അടിസ്ഥാനത്തിൽ രഞ്ജിത്തിന് ജാമ്യം നൽകാനാവില്ല. ഒപ്പം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ട് എന്നാണ് പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത്. അതിനുവേണ്ടിയുള്ള ചികിത്സാ സൗകര്യങ്ങൾ കോടതിയിൽ അതിനുവേണ്ടിയുള്ള ചികിത്സാ സൗകര്യങ്ങൾ കോടതി നിർദ്ദേശപ്രകാരം തന്നെ പോലീസ് ഒരുക്കുന്നുണ്ട്. പലതവണ അദ്ദേഹത്തെ കസ്റ്റഡിയിൽ വാങ്ങിയ ഘട്ടത്തിലൊക്കെ ചോദ്യം ചെയ്യുകയും അദ്ദേഹത്തെ മറ്റിടങ്ങളിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ഒക്കെ ചെയ്തതാണ്. അതുകൊണ്ട് ആ രണ്ട് കാര്യങ്ങൾ പറഞ്ഞ് ഇടക്കാല ജാമ്യം നൽകാനാകില്ല എന്ന് പ്രോസിക്യൂഷൻ എതിർത്തിരുന്നു. ആ ഘട്ടത്തിലാണ് ഇടക്കാല ജാമ്യത്തിലേക്ക് പോകേണ്ടതില്ല, നിലവിൽ റെഗുലർ ബെയിലിൽ തന്നെ വിധി പറയാം എന്ന തീരുമാനത്തിലേക്ക് കോടതി എത്തിയിട്ടുള്ളത്. രഞ്ജിത്തിനെ കസ്റ്റഡിയിൽ വേണമെന്ന ആവശ്യം ഇന്ന് പ്രോസിക്യൂഷൻ ഉന്നയിച്ചെങ്കിലും ഇതുവരെ കസ്റ്റഡി അപേക്ഷ നൽകിയിട്ടില്ല. അത് ഒരുപക്ഷെ രഞ്ജിത്തിന് അനുകൂലമായി മാറാനുള്ള ഒരു സാധ്യതയുണ്ട്. സാധാരണഗതിയിൽ കസ്റ്റഡി അപേക്ഷ ഇന്ന് ഫയൽ ചെയ്തെങ്കിൽ നാളെയോ മറ്റന്നാളോ കസ്റ്റഡിയിൽ ലഭിച്ച് ചോദ്യം ചെയ്ത് പൂർത്തിയാക്കി തിരികെ കൊടുക്കാൻ വേണ്ടി. പക്ഷേ നിലവിൽ അങ്ങനെയല്ല സാഹചര്യം. കസ്റ്റഡി അപേക്ഷ ഫയൽ ചെയ്തില്ല. കാരണം ഉദ്യോഗസ്ഥരൊക്കെ തിരഞ്ഞെടുപ്പിന്റെ തിരക്കിലാണ്. 10-ാം തീയതിക്ക് ശേഷം മാത്രം രഞ്ജിത്തിനെ കസ്റ്റഡിയിൽ വാങ്ങാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള നിലപാടിലാണ് പ്രോസിക്യൂഷൻ ഉള്ളത്. ആ ഒരു ഘട്ടത്തിൽ അത് രഞ്ജിത്തിന്റെ അഭിഭാഷകനടക്കം അത് അനുകൂലമായി മാറാനുള്ള സാധ്യതയാണ് നിലവിൽ ഉള്ളത്. അതുകൊണ്ട് തന്നെ ജാമ്യ ഹർജിയിൽ വിധി 10-ാം തീയതി പറയാം എന്ന തീരുമാനത്തിലേക്ക് കോടതി പോകുകയായിരുന്നു. അതിനിടയിൽ ഇനിയിപ്പോൾ കസ്റ്റഡി അപേക്ഷയുമായി പോലീസ് എത്താനുള്ള സാധ്യതയില്ല. വിഷ്ണു, അതോടൊപ്പം തന്നെ പലതവണയായി രഞ്ജിത്ത് ഇത് വ്യാജ പരാതിയാണ് എന്ന് പറഞ്ഞിരുന്നു. അതോടൊപ്പം തന്നെ ഇത് വൈകി വന്നൊരു പരാതിയാണ്, അതിന് പിന്നിൽ ചില ആസൂത്രണങ്ങളുണ്ട് എന്നൊക്കെ രീതിയിലുള്ള പ്രതികരണങ്ങളൊക്കെയാണ് രഞ്ജിത്തിന്റെ ഭാഗത്തുണ്ടായത്. ഈ ജാമ്യാപേക്ഷയിൽ എന്തൊക്കെ വാദങ്ങളാണ് രഞ്ജിത്ത് ഉന്നയിച്ചിരിക്കുന്നത്? ജാമ്യാപേക്ഷയിൽ ഇന്നലെ രഞ്ജിത്തിന്റെ അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ പരാതിക്ക് പിന്നിൽ ഗൂഢാലോചനയുണ്ട്, പരാതി കെട്ടിച്ചമച്ചതാണ്. ഈ യുവനടിയുമായി ബന്ധപ്പെട്ട് സെറ്റിൽ വെച്ച് ചില തർക്കങ്ങളുണ്ടായി. പ്രത്യേകിച്ച് അവരുടെ അഭിനയവുമായി ബന്ധപ്പെട്ട് സംവിധായകന് ചില വിയോജിപ്പുകൾ ഉണ്ടായി. പെർഫോമൻസ് മോശമാണ്, അത്തരത്തിലുള്ള വിയോജിപ്പുകൾ സംവിധായകൻ പരസ്യമായി തന്നെ രേഖപ്പെടുത്തുകയും അവരുടെ ചില സീനുകൾ വെട്ടിക്കുറക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അത്തരത്തിൽ അതിൽ നിന്നുണ്ടായ വൈരാഗ്യമാണ് ഈ പരാതിക്ക് പിന്നിലേക്ക് നയിച്ചത് എന്ന് അവർ രഞ്ജിത്ത് കോടതിയെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ജനുവരി 30-ാം തീയതിയാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. പക്ഷേ അതിൽ മറ്റ് നടപടികൾ സ്വീകരിച്ചത് മാർച്ചിലോട്ട് മാത്രമാണ്. ചില നിർദ്ദേശങ്ങൾ അവർക്ക് ലഭിച്ചിട്ടുണ്ട്. ആ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ കൃത്യമായ പ്ലാനോടുകൂടി നടത്തിയ ഒരു പരാതി എന്ന രീതിയിലാണ് നിലവിൽ രഞ്ജിത്തിന്റെ അഭിഭാഷകൻ കോടതിയിൽ ഇക്കാര്യങ്ങൾ ധരിപ്പിച്ചിട്ടുള്ളത്. പക്ഷേ പ്രോസിക്യൂഷൻ അതിനെല്ലാം പൂർണ്ണമായി തന്നെ എതിർക്കുകയാണ്. പരാതി നൽകുക എന്നുള്ളത് ഇത്തരം കേസുകളിൽ വിക്ടിമിന്റെ സാഹചര്യം അനുസരിച്ച് അവരുടെ മെന്റൽ സ്റ്റെബിലിറ്റിയൊക്കെ അനുസരിച്ച് അവരുടെ കൺവീനിയൻസ് അനുസരിച്ചാണ് പരാതി നൽകാറുള്ളത്. അതിനപ്പുറത്തേക്ക് അതിൽ പരാതി നൽകാൻ ഡിലേ ആയി എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട വിഷയമായി ഈ കേസുകളിൽ ചൂണ്ടിക്കാണിക്കുന്നത് ശരിയല്ല എന്നാണ് പ്രോസിക്യൂഷൻ പറഞ്ഞത്. ഒപ്പം തന്നെ രഞ്ജിത്തിനെതിരെ പ്രാഥമികമായ തെളിവുകളുണ്ട്. പല തെളിവുകളും ഇതിനോടകം തന്നെ സമാഹരിക്കുകയും ചില മൊഴികളൊക്കെ ലഭ്യമാക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് പ്രൈമ ഫേസി രഞ്ജിത്തിനെതിരെ കേസ് നിലനിൽക്കുമെന്ന നിലപാടാണ് പ്രോസിക്യൂഷൻ സ്വീകരിച്ചത്. വിശദമായ വാദം ജാമ്യ ഹർജിയിന്മേലും നടന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഘട്ടത്തിലാണ് ജാമ്യ ഹർജിയിന്മേൽ വിധി പറയാൻ 10-ാം തീയതിയിലേക്ക് മാറ്റി. 2 ദിവസമായി ജാമ്യ ഹർജിയിന്മേൽ ഇപ്പോൾ വാദം നടക്കുന്നുണ്ടായിരുന്നു. അതിപ്പോൾ 10-ാം തീയതിയിലേക്ക് ആയിരിക്കും രഞ്ജിത്ത് പുറത്തിറങ്ങുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരിക. ശരി, വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകിയത്. മറ്റന്നാൾ മാത്രമാണ് രഞ്ജിത്തിന്റെ ജാമ്യ ഹർജി പരിഗണിക്കുക. അതുവരെ ജയിലിൽ തുടരണം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.